സ്വാന്തന, KJ ഷൈനെതിരായ സൈബർ ആക്രമണത്തിലാണ് യൂട്യൂബർ KM ഷാജഹാന്റെ വീട്ടിൽ പരിശോധന നടത്തിയത്. എന്തൊക്കെയാണ് അവിടെ നിന്ന് കണ്ടെടുത്തത്? നാളെ ഷാജഹാൻ ഹാജരാകുമോ? സുജയ, നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് KM ഷാജഹാന്റെ വീട്ടിൽ പരിശോധന നടക്കുന്നതാണ്. CPM നേതാവായ KJ ഷൈനെതിരെയുള്ള ഈ ഒരു സൈബർ അതിക്രമ പരാതിയിലാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പരിശോധന നടക്കുന്നത്. പറവൂർ പോലീസും അതുപോലെ തന്നെ എറണാകുളം സൈബർ ടീമും ഇവിടെ വീട്ടിലെത്തിയാണ് പരിശോധന നടത്തുന്നത്. അല്പസമയം മുമ്പ് തന്നെയാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഈ സൈബർ ടീമും അതുപോലെ തന്നെ പോലീസും ഈ വീട്ടിലെത്തി പരിശോധന നടത്തുന്നത്. ഇതിൽ പ്രധാനമായി ഇവർ പരിശോധന നടത്തുന്നത് ഈ പറയുന്നത് പോലെ ഈ യൂട്യൂബിലടക്കം ഇവർക്കെതിരെ അധിക്ഷേപ പരാമർശങ്ങൾ പങ്കുവെച്ചുകൊണ്ടുള്ള വീഡിയോ പുറത്തു വന്നിരുന്നു. അപ്പോൾ ആ വീഡിയോ ചിത്രീകരിച്ചിട്ടുള്ള ഉപകരണങ്ങൾ, പ്രത്യേകിച്ച് ഫോണിലാണ് ചിത്രീകരിച്ചത്. ഷാജഹാനെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഷാജഹാൻ വീട്ടിലുണ്ട്. KM ഷാജഹാൻ രാഷ്ട്രീയമായും KM ഷാജഹാന്റെ ഒരു പ്രാധാന്യമുണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട്. അതുകൊണ്ട് തന്നെ KJ ഷൈനെതിരായ പരാതിയിൽ ഇപ്പോൾ കൃത്യമായ നടപടികളിലേക്ക് കടക്കുകയാണ്. ഐഫോൺ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. നാളെ ഹാജരാകാൻ നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഷാജഹാന്റെ പ്രതികരണം എങ്ങനെയാണ്? റെയ്ഡുമായി പൂർണ്ണമായി സഹകരിക്കുകയായിരുന്നോ സാന്ത്വന? സുജയ, നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ വീട് അടച്ചിരിക്കുകയാണ്. നമുക്ക് വീടിൻ്റെ ഒരു ഭാഗത്തെ ജനലിൽ നിന്നുള്ള ദൃശ്യങ്ങൾ മാത്രമാണ് നിലവിൽ ലഭ്യമായിട്ടുള്ളത്. അതുമാത്രമല്ല, അല്പസമയം മുമ്പ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എത്തിയിട്ട് ഇവിടുന്ന് ചിത്രങ്ങളൊന്നും തന്നെ പകർത്തരുത് എന്നുള്ള ഒരു കാര്യം കൂടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. വീട്ടിലുള്ള ആളുകൾക്ക് അത് ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് തന്നെ ചിത്രങ്ങളൊന്നും പകർത്തരുത് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇത്തരത്തിലൊരു റെയ്ഡ് ഇവിടെ വീട്ടിൽ നടക്കുന്നുണ്ട് എന്നറിഞ്ഞിട്ട് നമ്മൾ ഇദ്ദേഹത്തെ നേരിട്ട് ബന്ധപ്പെടുവാൻ ശ്രമിക്കുകയുണ്ടായി. പക്ഷേ ആ സമയത്തൊക്കെ തന്നെയും അദ്ദേഹത്തിൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. അദ്ദേഹം ഇക്കാര്യവുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളൊന്നും തന്നെ നിലവിൽ നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അദ്ദേഹം വീടിനുള്ളിൽ തന്നെ ഉണ്ട്. നമുക്കത് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തവുമാണ്. പോലീസ് ഇതുവരെയും പോയിട്ടില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ഐഫോൺ അടക്കം ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല, നാളെ ഇപ്പോൾ എറണാകുളത്ത് ഹാജരാകാനുള്ള ഒരു നിർദ്ദേശം കൂടി അദ്ദേഹത്തിന് പോലീസ് നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടിയാണ് അവസാനമായി ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിവരം പുറത്തു വരുന്നത്. എന്തായാലും പരിശോധന പുരോഗമിക്കുകയാണ്. പറവൂർ പോലീസും അതുപോലെ തന്നെ സൈബർ ടീമുമാണ് ഇവിടെ അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തി പരിശോധന നടത്തുന്നത്. ഇനി അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത് എന്നുള്ളതാണ്. അദ്ദേഹം നിലവിൽ പ്രതികരിക്കില്ല എന്ന് തന്നെയാണ് നമ്മൾ നടക്കുകയാണ്. അതിനുശേഷം ഷാജഹാന്റെ പ്രതികരണം ഉണ്ടാകുമോ എന്നത് അറിയില്ല. എന്തായാലും ഉള്ളൂരിലെ വീട്ടിലാണ് പോലീസിന്റെ പരിശോധന. ഷാജഹാന്റെ ഐഫോൺ കസ്റ്റഡിയിൽ എടുത്തിട്ടുമുണ്ട്.